പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിൽ സംഘാടക സമിതി സജീവമായിട്ട് ഇവിടെയുണ്ട്. നിരവധി നമ്മുടെ ടീച്ചേഴ്സും അധ്യാപകരും എല്ലാവരും ഇവിടെ ഓരോരുത്തർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും എല്ലാ രീതിയിലുമുള്ള ഒരു സംഘാടനം, മികച്ച സംഘാടനം തന്നെയാണ് ഇവിടെയുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമായി, എന്തൊക്കെയാണ് ഇതുവരെയുള്ള ഒരു? ഇതുവരെ കുഴപ്പമൊന്നുമില്ല, വളരെ ഭംഗിയായിട്ട് പോയിട്ടുണ്ട്. ഇനിയുള്ള 2 ദിവസം ഇതിൽ കാണാൻ ഉത്സാഹമായിട്ട് പോകും. ആളുകൾക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിനൊരു കുഴപ്പമില്ല. വളരെ സംഘാടകരൊക്കെ വളരെ വൃത്തിയായിട്ട് പോയി കയറി ചെയ്യുന്നുണ്ട്. നല്ല വിജയമാണ് കൊല്ലം സംബന്ധിച്ചിടത്തോളം. ഏകദേശം സംഘാടനത്തിൽ യാതൊരു കുഴപ്പമില്ല. 5000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. 6000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലോത്സവമാണ് നടക്കുന്നത്. പൊന്നാനി താലൂക്കിൽ തന്നെ വലിയൊരു കലോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 1076ഓളം സ്കൂളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ സംഘാടന മികവ് എന്ന് പറയുന്നത് ശരിക്കും ഏറ്റവും വേണ്ടൊരു കാര്യം തന്നെയാണ്. സംഘാടനം എന്ന് പറഞ്ഞാൽ ഈ പൊന്നാനി AVS സ്കൂൾ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക മണ്ഡലത്തിൻ്റെ ഒരു തറവാടാണ് പൊന്നാനി. ഈ AVS സ്കൂളിൽ എന്ത് പരിപാടി ചേർത്താലും വളരെ വിജയകരമായിരിക്കും. ഇവിടുത്തെ സംഘാടകരും സംഘാടക സമിതി, അതായത് വെൽഫെയർ കമ്മിറ്റി, PTA, SMC എല്ലാ കമ്മിറ്റികളും ഒത്തൊരുമിച്ചുകൊണ്ട് തന്നെ എല്ലാവിധ വരുന്ന രക്ഷിതാക്കൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നല്ല ഫുഡാണ് കൊടുക്കുന്നത്. എല്ലാ ദിവസവും നല്ല വിവിധ സംബന്ധമായ സദ്യ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പായസത്തോടുകൂടിയുള്ള സദ്യ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം വെജ് ബിരിയാണി കൊടുക്കുന്നുണ്ട്. എല്ലാവരും എല്ലാവിധ സഹായങ്ങളും സാധനങ്ങളും ഞങ്ങളിവിടെ എന്തിനു വേണ്ടിയിട്ട് ഞങ്ങൾ സജ്ജമായി, ഇവിടെ സംഘാടന സമിതി ഇവിടെ സജ്ജമായി, ഇവിടെ എന്തിനും സജ്ജമായിരിക്കുന്നുണ്ട്. ഓക്കെ, മത്സരങ്ങളൊക്കെ ഓരോ വേദികളിൽ നല്ല അടിപൊളിയായി നടക്കുന്നുണ്ട്. നന്നായിട്ട് നടക്കുന്നുണ്ട്. ചവിട്ട് നാടകം, അതേപോലെ ഒപ്പന, അതൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡാണ്. കുട്ടി നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പിള്ളേർ നല്ല ആക്റ്റീവാണ്. നല്ല പഠിച്ച് നല്ല തറവായിട്ട് തന്നെ ചെയ്യുന്നത്. യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ നന്നായിട്ട് വളരെ വൃത്തിയായിട്ടും വളരെ ചിട്ടയോട് കൂടിയിട്ടാണ് നമ്മുടെ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യവും ഫുഡ് മുതൽ ഡിസിപ്ലിൻ എല്ലാം വളരെ വൃത്തിയായിട്ടാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പൈതൃക വിദ്യാലയം 127 വർഷത്തിൻ്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന വിദ്യാലയത്തിൻ്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വന്ന ഈ ഒരു കലോത്സവം വളരെ ആഘോഷപൂർവ്വമാണ് നമ്മളത് ഒരു ഉത്സവാന്തരീക്ഷത്തോടു കൂടിയാണ് നമ്മൾ കൊണ്ടാടുന്നത്. വളരെ സന്തോഷമുണ്ട്. നാട്ടുകാരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും SPC എല്ലാ വിഭാഗം NCC എല്ലാവരും വളരെ ചിട്ടയോട് കൂടിയിട്ട് തന്നെ, അതുപോലെ തന്നെ മറ്റുള്ള പൊതുജനങ്ങളുടെ എല്ലാ സഹകരണത്തോടു കൂടി നമ്മൾ ഈ പരിപാടി വിജയിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. എന്ത് തന്നെയായാലും നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ ഒരുപാട് സഹകരണങ്ങൾ, അതുപോലെ നമ്മുടെ ഈ സംഘാടന മികവ് എന്ന് പറയുന്നത് എടുത്തു തന്നെ പറയണം. രണ്ടാമത്തെ ദിവസമായുള്ളൂ എങ്കിൽ പോലും ശരിക്കും വളരെ മനോഹരമായി തന്നെയാണ് ഇവിടെ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ യാതൊരു പ്രശ്നങ്ങളുമില്ല. മത്സരവേദികൾ സജീവമാണ്. അത്തരത്തിൽ വളരെ രസകരമായാണ് ഒരു നാടിൻ്റെ പൊന്നാനിയുടെ ഒരു ഉത്സവം ആയിട്ട് തന്നെയാണ് ഈ കലോത്സവം മാറിയിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ഗിരീഷ് ലാലിനൊപ്പം ആതിര ശിവദാസ്, NCV ന്യൂസ്.